വിവാഹാലോചന നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു ആലോചന വന്നു. ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ എല്ലാ സാമ്പത്തികം എല്ലാവരും സമ്മതിച്ചു. വിവാഹത്തിന് മുദ്രം കൈമാറുന്ന ആ ദിവസം അവർ ഡേറ്റ് പറഞ്ഞു പോയി. ആ ദിവസം ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചു. എന്നാൽ ഡേറ്റിൻ്റെ തലേ ദിവസം, നാളെ നടക്കുന്ന അതിൻ്റെ തലേ ദിവസം പറയുകയാണ് ഈ വിവാഹം നടക്കുകയില്ല എന്ന്. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. പലരും ഞങ്ങളെ പരിഹസിച്ചു. ഞങ്ങൾ ഇവിടെ ആരാധനയ്ക്ക് വരുന്നത് 1999 അതിന് ഇടയ്ക്ക് വെച്ച് പല അത്ഭുതങ്ങളും ദൈവം എൻ്റെ കുടുംബത്തിൽ ചെയ്തു. എന്നാൽ അന്നേ ദിവസം ഞങ്ങൾ ഈ പരിഹസിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി ഞാൻ ദാസിയെ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിന് ഇങ്ങനെ ഒരുക്കങ്ങൾ ചെയ്തു. മുദ്രം കൈമാറുന്ന നാളെ ദിവസത്തെ ഇന്ന് അവർ പറയുകയാണ് ഈ വിവാഹം നടക്കില്ല എന്ന്. അപ്പോൾ കർത്താവിൻ്റെ ദാസി പ്രകാരം എന്നോട് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അവരെ പൊയ്ക്കോളാൻ പറയുക, നിങ്ങളുടെ മകൾക്ക് അനുയോജ്യമായ ഒരു കുടുംബ ജീവിതം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഒരു മാസം പിന്നിട്ടപ്പോഴത്തേക്കും വിവാഹത്തിന് അമ്പൂരിൽ നിന്ന് റിജി എന്ന് പറയുന്ന മാനെ ഞങ്ങളുടെ ഭവനത്തിൽ അയക്കുകയും ഞങ്ങൾ പറഞ്ഞ എല്ലാ സാമ്പത്തികം സമ്മതിച്ചുകൊണ്ട് വിവാഹം ചന്തമായി നടത്തി. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഒരു എളിയ സാക്ഷിയെ നിൽപ്പാൻ ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. എൻ്റെ 2 മക്കളുടെ സാക്ഷിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ 3 പെൺമക്കളാണ്. എൻ്റെ ചേട്ടൻ്റെ പപ്പ വളരെയധികം പ്രാർത്ഥനയോടുകൂടെ വരുന്നവരോടത്തൊക്കെ പറയും, എൻ്റെ ഇളയ മകനെങ്കിലും ഒരു ആൺമകന് കിട്ടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വളരെയധികം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇതുപോലെ 2011 പുതുവർഷ ആരാധനയിൽ ഇവിടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ അവിടെ നിന്ന് തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. എനിക്കതുപോലെ തന്നെ എൻ്റെ ദൈവം എനിക്കൊരു ആൺ തലമുറയെ തന്ന് എൻ്റെ സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ കുടുംബത്തിലെ എൻ്റെ ചേച്ചിക്കും എനിക്കും കൂടെ 3 ആൺമക്കളാണ്. അങ്ങനെ ഞാൻ 2015 പുതുവർഷ ആരാധനയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ സിസ്റ്റർ കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഒരു പെൺകുഞ്ഞുമായി വന്ന് 2016 പുതുവർഷ ആരാധനയിൽ സാക്ഷിയായി നിൽപ്പാൻ ദൈവം അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ ദൈവം എനിക്ക് ഒരു പെൺകുഞ്ഞിനെ എനിക്ക് തന്നു. എൻ്റെ കുടുംബജീവിതവും എൻ്റെ 2 മക്കളെ എനിക്ക് ദൈവം തന്ന ദാനമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു എളിയ സാക്ഷിയായി അടിയങ്ങൾക്ക് കുടുംബമായി നിൽക്കുവാൻ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ ആദ്യമായി സ്തുതി അർപ്പിക്കുന്നു. 2007 അതായത് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് അടിയങ്ങൾക്കൊരു തലമുറ കെട്ടാതെ ഭാരത്തോടെ അടിയങ്ങള് കാർത്തിരുന്നാൾ തിയേറ്റർ സെക്കൻഡ് സാറ്റർഡേ പ്രേയറിൽ സംബന്ധിക്കുമായിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ പ്രേയറിൽ സിസ്റ്റർ പ്രസംഗ മധ്യേ ഇപ്രകാരം ദൈവാലോചന പറഞ്ഞു, എൻ്റെ വലതുഭാഗത്ത് 7ാമത്തെ റോയില് ഒരു സഹോദരിക്ക്, ഒരിക്കൽ അബോർഷനായ ഒരു സഹോദരിക്ക് ദൈവം ഒരു ആൺകുഞ്ഞിന് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അടിയങ്ങൾ ശരിക്കും പല ഡോക്ടേഴ്സിനെ കണ്ടു, ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു. അങ്ങനെ ഭാരത്തോടെയാണ് ആരാധനയിൽ പങ്കെടുത്തത്. സിസ്റ്റർ പ്രാർത്ഥനയിലെ ദൈവാലോചന പറഞ്ഞ പ്രകാരം ഫെബ്രുവരി 6-ാം തീയതി 2008 ദൈവം അടിയങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ മോനാണ് ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നത്.
രണ്ടാമതായി സാക്ഷി പറയുന്നത് അടുത്ത 7 വർഷത്തേക്ക് ശേഷമാണ് അടിയങ്ങൾക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത്. 2 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തന്നെ ഒരു സ്കാനിങ്ങിന് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല, എന്തായാലും കിട്ടുവാണെങ്കിൽ ഒരു നല്ല കുഞ്ഞിനെ കിട്ടിയാൽ മതി, അസുഖത്തോടെയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ നമുക്കിത് വേണ്ട, എന്തായാലും നാളെ ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്യാൻ വരാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ശരിക്കും മോനെ ഒത്തിരി ആഗ്രഹത്തോടെ ആ വാവയെ കിട്ടുന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്കും ശരിക്കും വിഷമമായി, ദൈവമേ ഇനി എന്ത് സംഭവിക്കും എന്നറിയില്ല. എന്തായാലും വൈകുന്നേരം സിസ്റ്റർ പ്രാർത്ഥനയ്ക്കായിട്ട് ഫോണിൽ വിളിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഫോണിലൂടെ ഇപ്രകാരം ദൈവാലോചന പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നാളെ സ്കാനിങ്ങിനായിട്ട് പോവുക, ദൈവം കുഞ്ഞിന് ജീവൻ നൽകിയിരിക്കുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അടുത്ത ദിവസം സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ പോലും അതിശയിച്ചു പോയി. തലേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് പോലും ഇല്ലാതിരുന്ന കുഞ്ഞിന് ഇപ്പോൾ ശരിക്കും ഹാർട്ട് ബീറ്റ് നല്ലതായിട്ട് കിട്ടുന്നു, നമുക്കിത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, കുഞ്ഞിന് ദൈവം വീണ്ടും ജീവൻ നൽകി. 7-ാം മാസം ആയപ്പോഴത്തേക്കും അത് 2015 ജാനുവരി 27-ാം തീയതി അതിരാവിലെ 4:30 ആയപ്പോൾ അതിഭയങ്കരമായ വയറുവേദന വന്നു. വയറുവേദന വന്നിട്ട് ശരിക്കും കാണിക്കുന്ന ഹോസ്പിറ്റലിൽ SP ഫോർട്ട് ആയിരുന്നു. ഞങ്ങൾ ഉടനെ തന്നെ രാവിലെ ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു, കാഷ്വാലിറ്റി ഇരുന്ന ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇവിടെ കാണിക്കുന്നതിനെക്കാട്ടി നല്ലത് നേരെ SITയിൽ പോകാനാണ് പറഞ്ഞു. 7 മാസം ആയതുകൊണ്ട് കുഞ്ഞിനെ വെക്കാനുള്ള ഇൻക്യുബേറ്റർ സൗകര്യം ഇവിടെ ഇല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് SIT പോകാൻ പറഞ്ഞു. SIT പോയ സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ട്രോളിയിൽ കയറിയത് മാത്രം എനിക്കറിയാം. ഞാൻ ട്രോളിയിൽ വെച്ച് തന്നെ പ്രസവിച്ചു. പക്ഷേ കുഞ്ഞിന് 7 മാസം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും കുഞ്ഞ് കരഞ്ഞില്ല. ഉടനെ തന്നെ കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ മാറ്റി. കുഞ്ഞിന് 1 കിലോയും 315 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, 10 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്റർ, എൻ്റെ ഇളയ സഹോദരി സിസ്റ്ററെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ ഇതാണ് സംഭവം, സിസ്റ്ററെ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ പേടിക്കേണ്ട, ഈ കുഞ്ഞിനെ ദൈവം ആരോഗ്യത്തോടെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ ദൈവം നൽകി. ആ കുഞ്ഞാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു സാക്ഷ്യവും കൂടെയുണ്ട്. 9 വർഷമായിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. PSC പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ സിസ്റ്ററിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഈ ജോലി തീർച്ചയായിട്ടും ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്കൊരു നല്ലൊരു റാങ്ക് കിട്ടുകയും ഈ കഴിഞ്ഞ വർഷം പാലോടിനടുത്തുള്ള ഗവൺമെന്റ് ഭരതന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിട്ട് എനിക്ക് ജോലി ലഭിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ കർത്താവിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഒരു സാക്ഷ്യം കൂടെയുണ്ട്. ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിന്റെ അസുഖം ഉണ്ടായിരുന്നു. പോളിയോ ഹോമില് ഒരു ആരാധനയില് ബ്രദർ പ്രസംഗ മധ്യേ ഇപ്രകാരം പ്രാർത്ഥനയ്ക്കായിട്ട് ദേഹത്ത് വേദനയുള്ളവര് ആ ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്രകാരം ഹസ്ബൻഡ് എഴുന്നേറ്റ് നിന്ന് വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയം ഉണ്ടായിരുന്ന കിഡ്നി സ്റ്റോൺ മാറിപ്പോയി. അടുത്ത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി സ്റ്റോണിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ കർത്താവിന് കോടാനുകോടി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് അടിയങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പുതുവർഷ ആരാധനയിൽ വളരെ രോഗിയായി തകർന്ന അവസ്ഥയിൽ കടന്നു വന്ന എനിക്ക് ഈ പുതുവർഷ ആരാധനയിൽ കുടുംബമായി ഇത്രയും സന്തോഷമായി എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ അവസരമൊരുക്കി എന്റെ ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ 8 വർഷങ്ങളായി അതികഠിനമായ തലവേദന ഉണ്ടാവുമായിരുന്നു. തലവേദന വരുന്ന സമയത്ത് 2 ദിവസം വരെ എനിക്ക് തലപൊക്കി എണീക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുമായിരുന്നു. എനിക്ക് തലവേദനയെക്കാളും വളരെ പ്രയാസമായിരുന്നു എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കുവാൻ കഴിയാതെ കിടക്കുന്നത്. അതോർത്ത് ഞാൻ ആരും കാണാതെ കട്ടിലിൽ കിടന്ന് കരയുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഈ തലവേദന തൽക്കാലം ഗുളികകളൊക്കെ കഴിച്ച് തൽക്കാലം മാറി നിൽക്കുന്ന സമയത്തും തലയിൽ എപ്പോഴും വലിയൊരു ചുമട് എടുത്തു വെച്ചതുപോലുള്ള ഭാരം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു.
ഇത് കാരണം എനിക്ക് കുനിഞ്ഞിട്ട് പെട്ടെന്ന് നിവരാനോ തിരിയാനോ ഒന്നും കഴിയാത്ത അവസ്ഥയായിരുന്നു. ഉടനെ തല ചുറ്റി വീഴുന്ന അവസ്ഥയായിരുന്നു. ഈ സമയങ്ങളിൽ എത്ര തന്നെ വിറ്റാമിന്റെ മരുന്നുകളും ആഹാരവും കഴിച്ചാലും ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിരുന്നു. പൾസ് റേറ്റ് കുറഞ്ഞ് കുഴഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. തൈറോയിഡ് വളരെ കുറവായിരുന്നു. അത് കാരണം 100ന്റെ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാവിലെ ആഹാരത്തിന് മുമ്പ് ഈ ഗുളിക കഴിക്കാൻ മറന്നുപോയാൽ അന്നത്തെ ദിവസം എനിക്ക് ഒരു ജോലിയും ചെയ്യുവാൻ കഴിയാതെ വളരെ മന്ന അവസ്ഥയിലായിരിക്കുമായിരുന്നു. ബിപിയും വളരെ കുറവായിരുന്നു. ഇങ്ങനെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും മാറി ചികിത്സിച്ചിട്ടും ഒരു കുറവുണ്ടായില്ല. അവസാനം ഞാൻ തന്നെ സ്വയം ചികിത്സയെല്ലാം നിർത്തിവെച്ചു. എന്നിട്ട് വളരെ തകർന്ന അവസ്ഥയിൽ സ്ഥിരമായി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ബ്രദറോടോ സിസ്റ്ററോടോ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ എന്റെ അസുഖത്തെക്കുറിച്ച് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, ഇനി എനിക്ക് ഒരു ഡോക്ടറെയും കാണിക്കുവാനില്ല, ഒരു ചികിത്സയും ചെയ്യുവാനില്ല, ആരെയും ശല്യപ്പെടുത്താതെ അങ്ങ് പോയാൽ മാത്രം മതി എന്ന് പറയുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഗസ്റ്റ് മാസം സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് വളരെ അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എന്റെ അവസ്ഥയോർത്ത് വളരെ പ്രയാസത്തോടെ ദൈവസന്നിധിയിലായിരുന്നു. ബ്രദർ ആരാധന മധ്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എന്റെ അവസ്ഥകളെല്ലാം വിളിച്ചു പറയുകയും ഞാൻ പറയുന്ന അതേ പോയിന്റിൽ തന്നെ ബ്രദർ വിളിച്ചു പറയുകയും ചെയ്തു. ആരെയും ശല്യപ്പെടുത്താതെ അങ്ങ് പോയാ മതി എന്നല്ലേ നീ പറയുന്നത്? ദൈവം ഇതാ ബലം പകരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയം തന്നെ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ വരികയും എന്റെ ശരീരത്തിൽ അതുവരെ എന്തെല്ലാം രോഗം ഉണ്ടായിരുന്നോ അതെല്ലാം അപ്പോൾ തന്നെ പൂർണ്ണമായി മാറുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ തിരിഞ്ഞു നോക്കി, എന്റെ തലയൊക്കെ ഞാൻ സ്വയം പ്രസ് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ തന്നെ ആ ഭാരം ഒരിക്കലും മാറുകയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആ ഭാരം പൂർണ്ണമായി മാറിപ്പോയി. പിന്നീട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ രോഗവും നോർമലായതായി കണ്ടു. തൈറോയിഡിന്റെ ഗുളിക ഒരു ദിവസം പോലും എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ 4 മാസമായി ഗുളികയൊന്നും കഴിക്കുന്നില്ല. എനിക്ക് ഇതുവരെയും ഒരു രോഗവും ഉണ്ടായിട്ടില്ല. ഇത്രയും അത്ഭുതം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തു. തുടർന്ന് ഞങ്ങൾ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ സിസ്റ്ററോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. വളരെ ചെറിയ രീതിയിൽ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. സിസ്റ്റർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് 1 മാസം പോലും തികയുന്നതിന് മുമ്പ് ഞങ്ങൾ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും അധികമായി ഉന്നതമായ നിലയിൽ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എന്റെ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ബ്രദറിനും സിസ്റ്ററിനും നന്ദി അർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മകന് വേണ്ടിയിട്ടാണ്. അവൻ ഈ കഴിഞ്ഞ SLC പരീക്ഷ എഴുതാൻ പോകാൻ 2 ആഴ്ച കിടക്കെ വളരെ സങ്കടത്തിന്റെ ഒരു അനുഭവപ്പെട്ടു. ഭാരത്തിൽ ട്യൂട്ടോറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലചുറ്റി കമന്ന് വീണ് മൂക്കിടിച്ച് ട്യൂട്ടോറിയലെ സാറ് ഓട്ടോറിക്ഷ പിടിച്ച് ബ്ലഡ് മാട്ട് വരുന്ന അവസ്ഥയിലാണ് എന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. തുടർന്ന് ഞാനും എന്റെ അമ്മയും എന്റെ മകനെ കൂട്ടിക്കൊണ്ട് നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, തൊട്ടടുത്ത് വരുന്ന ദിവസത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ ചെക്കപ്പും നടത്തുവാനായിട്ട് ഞങ്ങൾ ഒരു തുണ്ട് തരുന്നു, അതുമായി പോവാൻ പറഞ്ഞു. വളരെ സങ്കടത്തോടെ തന്നെ തൊട്ടടുത്ത് വരുന്ന ദിവസം തിങ്കളാഴ്ച ഞാൻ എന്റെ മകനെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് 9 ടെസ്റ്റിൽ കൂടുതൽ ചെയ്തു. എന്നാൽ റിസൾട്ടുകളൊന്നും കയ്യിൽ കിട്ടിയില്ല. ഡോക്ടർമാർ പറഞ്ഞത് നോക്കിയിട്ട് ഇത്തിരി കുഴപ്പമാണ് കാണുന്നത്, വളരെ ദിവസം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി മെഡിക്കൽ കോളേജിൽ വലിയൊരു ആശുപത്രിയുണ്ട്, 100, അതിനപ്പുറം ഒരു ആശുപത്രിയും ഇവിടെയില്ല, അവിടെ പോയി തലയ്ക്കുള്ള ഒരു EG ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ ഞാൻ എൻ്റെ മോനെയും കൂട്ടിക്കൊണ്ട് ആ ടെസ്റ്റിനും കടന്നുപോയി. ആ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാൻ വളരെ ദിവസമായി. എന്നാൽ ഞാൻ ഇവിടുത്തെ ആരാധനയ്ക്ക് കടന്നു വന്നു, എൻ്റെ മോനെയും കൂട്ടിക്കൊണ്ട് വന്നു. ആരാധന തീർന്നതിന് ശേഷം ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് വരിയിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. സിസ്റ്ററിനോട് വിഷയം പറഞ്ഞു. സിസ്റ്റർ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ സിസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഭാരപ്പെടേണ്ട, ടെൻഷൻ കാരണമാണ് ഈ തലചുറ്റ് വന്നിരിക്കുന്നത്. പരീക്ഷ എഴുതുകയും ചെയ്യും, A+ തന്നെ അവൻ ജയിക്കുകയും ചെയ്യും. റിസൾട്ട് വാങ്ങുവാൻ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ പറഞ്ഞ ദിവസം തന്നെ ഞാൻ റിസൾട്ടിനായി മോനെയും കൂട്ടിക്കൊണ്ടുപോയി.
9 ഡോക്ടർമാരിൽ കൂടുതലാണ് എൻ്റെ മോനെ പരിശോധിച്ചത്. വളരെ കുഴപ്പമുണ്ട്, വളരെ ദിവസം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ ഡോക്ടർമാർക്ക് അതിശയകരമായി. എന്നാൽ ഞാൻ മെഡിക്കൽ കോളേജിലെ നൂറയിൽ പറഞ്ഞു, ഇപ്രകാരം ഞാൻ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുന്നു. സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഡോക്ടർമാർക്ക് അതിശയമായി. ഒരു കുഴപ്പവുമില്ല, മരുന്നും കഴിക്കണ്ട, മോനെ ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുവേണ്ട എന്ന് പറഞ്ഞു. ആ ക്ഷണത്തിൽ തന്നെ വിടുതലിന്റെ അംശമായി മാറ്റിയ ബദറിനും സിസ്റ്ററിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററിനും ബദറിനും കുടുംബത്തിനും യേശുവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് അടിയാളുടെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പുതുവത്സരത്തിൽ ഞങ്ങൾക്ക് ഒരു സാക്ഷ്യം നിൽപ്പാൻ ദൈവത്തിന്റെ നന്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് പെട്ടെന്ന് അതിഭയങ്കരമായ പനിയും ശരീരവേദന അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് എൻ്റെ വലത് കാൽ പൂർണ്ണമായും പൊള്ളി വ്രണങ്ങളായി മാറുന്ന അവസ്ഥയിലായും ഞങ്ങൾ പല ആശുപത്രിയിൽ മാറി കാണിച്ചുവെങ്കിലും എനിക്കൊരു വിടുതലും ലഭിച്ചില്ല. കാലം മുറിച്ചു മാറ്റുമാൻ്റെ അവസ്ഥയിൽ ഞങ്ങൾ സിസ്റ്ററിനെ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം അത്ഭുത വിടുതൽ തരും എന്ന്. സിസ്റ്റർ പ്രാർത്ഥിച്ച നിമിഷം മുതൽ ഞാൻ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച സിസ്റ്ററിനും സൗഖ്യം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 112:8-9 വചനത്തിൽ ദാവീദ് പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു ഇളയ സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിന് ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ 1999 ഈ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുന്നത്. ഏകദേശം 2002 വരെ പുറകെ വന്നിരുന്ന ആരാധന കഴിഞ്ഞങ്ങ് പോകുന്ന ഒരു ചടങ്ങ് നടത്തുന്ന പരിപാടിയായിരുന്നു. എന്നാൽ 2002 ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാൻ ഈ ആരാധന മുഖാന്തരം എനിക്ക് സഹായിച്ചു. അന്നു മുതൽ ദൈവം ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ ദൈവം വളരെ വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2002 ഏപ്രിൽ 4 ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഞങ്ങൾ ആ മാസത്തിൽ തന്നെ കുടുംബമായി ആരാധനയെ വന്ന് പങ്കെടുത്തു. ആ മാസത്തിൽ തന്നെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടു. തുടർന്ന് കാരക്കോണം ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നു. 2002 ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെയും ഡോക്ടറെ പോയി കാണുമ്പോൾ യാതൊരുവിധമായ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെടുത്തുന്നത്. 2002 ഡിസംബർ ഫസ്റ്റ് വീക്കിൽ പോകുമ്പോൾ പ്രീവിയസ് റിപ്പോർട്ടൊക്കെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, വളരെ അത്ഭുതമാണല്ലോ, ഭാര്യയുടെ പേര് അനിതകുമാരി എന്നാണ്, അനിതയ്ക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, ഇതുവരെയും ജനറൽ മെഡിസിൻ മാത്രമല്ലേ ഉപയോഗിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ് വളരെ ഞങ്ങളെ സന്തോഷിപ്പിച്ചു വിട്ടു. എന്നാൽ 2002 ഡിസംബർ മാസം 31 രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരു ചെറിയ ശരീരത്തിന് അസ്വസ്ഥത വന്നു. സമയങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ശരീരം വളരെ ടയർഡായിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് ഗൈനക്കോളജിസ്റ്റിന്റെ ചീഫ് ഡോക്ടറായിരുന്ന ഡോക്ടർ ജമീല ഡോക്ടറാണ് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഉടൻ തന്നെ പറഞ്ഞു, ഡെലിവറി പെയിനാണ്, ഉടൻ തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഉടൻ പ്രസവം നടക്കുമെന്ന് പറഞ്ഞ സമയം വളരെ സന്തോഷിച്ചു. തുടർന്ന് രാത്രി 11:30 മണിയായപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് ഉദരത്തിൽ മരിച്ചു കിടക്കുകയാണ്, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെടുന്ന അവസ്ഥയായിരുന്നു. ഞാൻ വളരെ ക്ഷീണിച്ചു പോയി. ജീവിതത്തിൽ ആദ്യത്തെ ഒരു പ്രയാസമായിരുന്നു അത്. അബോധാവസ്ഥയായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഉണർത്തി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഏറ്റിങ്ങര പ്രൈവറ്റ് ഗാർഡൻസിലെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വേറെ നമ്പറുകളൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു ആൻറ്റിയെ രാത്രി 11:30 ഫോൺ വിളിച്ചു. അവരോടാണ് ഈ പ്രയർ ഗാർഡന്റെ നമ്പർ വാങ്ങിച്ച് രാത്രി 11:45 കർത്താവിന്റെ അഭിഷേക ദാസി ഫോൺ ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു. കർത്താവിന്റെ ദാസി ഉടൻ തന്നെ ഫോണിൽ കൂടെ, ധൈര്യപ്പെടുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ജീവനുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് തരും എന്ന് ഫോണിൽ കൂടെ പറഞ്ഞു. ഞാൻ ഫോണ് വച്ചിട്ട് ആശുപത്രിയിലോട്ട് പോയപ്പോൾ ഉടൻ തന്നെ ഏകദേശം 11:55 സമയം. ഉടൻ തന്നെ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ സുഖകരമായി പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷമായി ഇരിക്കുക എന്ന് പറഞ്ഞു. ദൈവം ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ചു. രണ്ടാമത് 2003 ഞാനൊരു ജോലിക്ക് വേണ്ടി വളരെ ഭാരപ്പെടുകയായിരുന്നു. 9 വർഷം ചെന്നൈയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു.
അങ്ങനെ 2003 കൊടിയന്നൂർകുളം ITIയിൽ ഒരു ഇൻസ്ട്രക്ടർ തസ്തികയുടെ വേക്കൻസിയിൽ ഒരു വേക്കൻസി വന്നു. കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നെക്കാളും മിടുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുൻകാലങ്ങളിൽ പഠിച്ച ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. ഞാനും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച വ്യക്തിയാണ്. കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാനൊരു ബുധനാഴ്ച ഇവിടെ കർത്താവിന്റെ ദാസിയുടെ ലൈനിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും ലൈനിൽ വന്ന് ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കും, നിങ്ങൾക്ക് തന്നെ ആ പോസ്റ്റിംഗ് കിട്ടും, ധൈര്യപ്പെടുക എന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞപ്പോൾ അതിശയമെന്ന് പറയട്ടെ, അപ്പോയിന്റ്മെന്റ് ഓർഡർ എനിക്ക് കയ്യിൽ കിട്ടുവാൻ സാധിച്ചു. ഇന്ന് 13 വർഷം ആയി. ഇന്ന് സീനിയർ ഗ്രേഡ് ഇൻസ്ട്രക്ടറായി ആ സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു. 2004 രണ്ടാമത്തെ മകന്റെ ജനനമാണ്. 2004 ജനുവരി 24 തീയതി നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി. എന്നാൽ ഡെലിവറി കഴിഞ്ഞ് ഒരു 10:30 മണിയായപ്പോൾ പെട്ടെന്ന് ഒരു ഹൈ BP കയറി. എന്റെ ഭാര്യയെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ശരീരം അതിഭയങ്കരമായി വീർത്തു. ഭയങ്കരമായ ബ്ലീഡിങ്ങിന്റെ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഡോക്ടർമാർ പേടിച്ചുപോയി. എത്രയും വേഗം തന്നെ നിങ്ങൾ SATയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവർ തന്നെ ഒരു ആംബുലൻസ് റെഡിയാക്കി ഇവിടെ ട്രീറ്റ് ചെയ്ത ഡോക്ടറും കൂടെ കയറി SAT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെയും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, സീരിയസ് ആണ്, രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഞാൻ ആംബുലൻസ് അകത്ത് കയറിയപ്പോൾ പുറത്ത് ഇറങ്ങി ഞാൻ ഫോണിൽ കൂടെ കർത്താവിന്റെ അഭിഷേകദാസിയോട് ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഫോൺ ചെയ്തു. കർത്താവിന്റെ അഭിഷേകദാസി പ്രകാരം ഫോണിൽ കൂടെ പറഞ്ഞു, നീ ധൈര്യപ്പെട്ടിരിക്കുക, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. അതിലും കർത്താവ് മരണത്തിൽ നിന്ന് എന്റെ ഭാര്യയെ ജീവനോടെ മടക്കി തന്നു. 4ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്, ഞാനൊരു ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഭവനത്തിന്റെ പ്ലാനെല്ലാം തയ്യാറാക്കി കർത്താവിന്റെ അഭിഷേകദാസിനോട് ഞാൻ ആ പ്ലാൻ കൊണ്ട് കാണിച്ചു. 950 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഭവനം പണിയണമെന്ന് ആഗ്രഹിക്കുന്നു, ദേവദാസനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആ ഡ്രോയിങ് കൊണ്ട് സാറിനെ കാണിച്ചപ്പോൾ സാറ് അത്ഭുതമായി ഒരു ഭവനം പണിയാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, യെശയ്യാവ് 6:4 പറയുന്നത് പോലെ ഒരു ഭവനം പണിയുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അടുത്തതായി ദൈവം പ്രവർത്തിച്ച അത്ഭുതമെന്ന് പറയുന്നത്, ആൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് ഈ 2015 ആഗസ്റ്റ് മാസത്തിൽ ആൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ എന്റെ ബാച്ചിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എക്സാം എഴുതിയിരുന്നു. എക്സാം ഇത്തിരി ടൈറ്റ് ആയിരുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഓരോ സ്റ്റുഡൻസിനെയും വിളിച്ച് അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ സ്റ്റുഡൻസിനെയും വിളിച്ച് ചോദിച്ചപ്പോൾ വളരെ ടഫായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു 60% പോലും റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നി. വളരെ മനസ്സ് പ്രയാസപ്പെട്ടു. ഞാൻ ഈ 2015 നവംബർ മാസം ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്ന് ഈ വിഷയത്തെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രസംഗമധ്യേ കർത്താവിന്റെ അഭിഷേകദാസി ഇപ്രകാരം വിളിച്ചു പറയുകയായിരുന്നു, പരീക്ഷ എഴുതി തോറ്റും പോകുമെന്ന് ഭാരപ്പെടുന്ന വിദ്യാർത്ഥികൾ കരം പൊക്കാൻ പറഞ്ഞു. ഞാനും അക്കൂട്ടത്തിൽ എന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാനും കരം പോക്കി കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അപ്രകാരം 100% വിജയത്തോടെ എല്ലാ കുട്ടികളും പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിന്റെ അഭിഷേകദാസിക്കും ദാസനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 3.5 വർഷത്തിന് ശേഷമാണ് ഈ മകൻ ജനിക്കുന്നത്. അവന് 3 മാസം പ്രായമായപ്പോൾ തന്നെ ശ്വാസം മുട്ടൽ തുടങ്ങി. 1 മാസം തന്നെ 2-3 പ്രാവശ്യം ശ്വാസം മുട്ടൽ ഉണ്ടാവും. പല അലർജി, പൊടി, പലതരം തുണികൾ, ഇതൊക്കെ അവന് അലർജിയാണ്. അങ്ങനെ ഇരിക്കെ 5 വയസ്സ് വരെയും അവന് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഓരോ മാസവും 2-3 പ്രാവശ്യം ഒരു ഡോക്ടറെ തന്നെ കൊണ്ട് കാണിക്കും. അവർ വേറെ പല പല മരുന്നുകളും എഴുതി തരും. 5 വയസ്സായപ്പോൾ ഞങ്ങളുടെ കഷ്ടങ്ങൾ അറിഞ്ഞ ഒരാൾ, ദൈവം പറഞ്ഞു വിട്ടതുപോലെ തന്നെ ഒരാൾ ഞങ്ങളെ വീട്ടിലെത്തി ഞങ്ങളുടെ അവസ്ഥ ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞ പ്രകാരം അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിങ്ങൾ വിശ്വാസമെങ്കിൽ ഇവിടെ ഒരു ആരാധനയുണ്ട് ചൊവ്വാഴ്ച ദിവസം പോളി ഹോമില്, അവിടെ ഒന്ന് പോയി നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക്. 1-2 പ്രാവശ്യം പോയെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കില്ല, നിങ്ങൾ വിശ്വാസത്തോടെ പോയി നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. 3-ാമത്തെ ആഴ്ചയിൽ പോയപ്പോഴും ഈ മോഹൻ അസുഖം തന്നെയായിരുന്നു. 4-ാമത്തെ ആഴ്ചയിൽ അവന് അസുഖം കുറഞ്ഞു തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരാഴ്ച ഞങ്ങൾ ആരാധന മുടങ്ങിയിട്ടില്ല. മോനിപ്പോ 6 വയസ്സാവാൻ പോകുന്നു. ഇതുവരെ ഈ ആരാധനയ്ക്ക് വന്നതിന് ശേഷം ഇതുവരെ മോന് ശ്വാസം മുട്ടലോ അലർജിയോ ഇതേ നിമിഷം വരെ അവൻ ഉണ്ടായിട്ടില്ല.
മണ്ണിലും എല്ലാം വാരി തലയിലും ഒക്കെ ഇട്ട് എറിഞ്ഞാലും ഇവന് യാതൊരു അസുഖം തന്നെയില്ല. എന്ത് തൊട്ടാലും അലർജി ആയിരുന്നു, കുഞ്ഞായിരുന്നു. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ മോന് യാതൊരു അസുഖവും തന്നെ ഇല്ല. അടുത്തതായി സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ 7 വർഷമായി ഒരു ജോലിക്ക് വേണ്ടി പലരോടും അപേക്ഷിക്കുന്നു. പല സ്ഥലത്തും പോയി, കിട്ടിയില്ല. ഒരു സെക്കൻഡ് സൈഡ് ആരാധനയ്ക്ക് ഞാനിവിടെ ആദ്യമായിട്ട് സെക്കൻഡ് സൈഡ് ആരാധനയ്ക്കാണ് ഞാൻ ഇവിടെ വരുന്നത്. വന്നപ്പോൾ ബ്രദർ ജോലിക്കായി അപേക്ഷിക്കുന്നവർ എല്ലാവരും എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാനും എഴുന്നേറ്റു. പിറ്റേ അടുത്ത സെക്കൻഡ് സാറ്റർഡേക്ക് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ എനിക്കൊരു ഗവൺമെന്റ് ജോലി, ഒരു ബാങ്കിൽ ചെറിയൊരു ജോലി കിട്ടുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനായി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി സാക്ഷ്യം എന്റെ ഭർത്താവിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് ഇത് പറയുന്ന പോലെ പൊടി അലർജിയാണ്. തണുത്ത ഒരു ആഹാരവും കഴിക്കാൻ പറ്റില്ല. വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ശ്വാസം വിടാൻ പോലും പറ്റാതെയാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആഹാരത്തിന് മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നെരിപിരി കൊള്ളുന്നൊരവസ്ഥയായിരുന്നു. തണുത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലാതെ അതും ചെറു ചൂടോടെ തന്നെ കുടിക്കാനേ പറ്റുള്ളായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ആഹാരം വെച്ചാലും അത് പിന്നും ചൂടാക്കി തന്നെ കുടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് കുറെ ജോലിക്കൊക്കെ പോയി, പക്ഷെ അതൊന്നും നടന്നില്ല. ഇപ്പോൾ നല്ലപോലെ അലർജി ഉള്ള സ്ഥലത്ത് തന്നെയാണ് ജോലിക്ക് പോകുന്നത്. എന്നാലും ഒരു ബുദ്ധിമുട്ടും ഇതേവരെ ഈ ആരാധനയ്ക്ക് വന്നതിന് ശേഷം തോന്നിയിട്ടേ ദൈവം തോന്നിച്ചിട്ടില്ല. ഇത്രയും അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് തന്ന ദൈവം ഓരോ ശനിയാഴ്ച ഓരോ സെക്കൻഡ് സാറ്റർഡേക്ക് ആരാധനയ്ക്ക് വന്നിട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് ഓരോ അത്ഭുതങ്ങളാണ് ദൈവം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത ഓരോ കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഞങ്ങൾ ചോദിക്കാൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ആ കടങ്ങളൊക്കെ ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്ക് മാറിക്കിട്ടി. ഇത്രയും അത്ഭുതങ്ങൾ തന്ന ഞങ്ങൾക്ക് ദൈവത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ കൂട്ടായ്മയുടെ മധ്യത്തിൽ കടന്നു വന്ന് ഒരിക്കൽ കൂടെ ദൈവത്തെ സാക്ഷീകരിക്കുവാൻ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ആദ്യമായി കോടാകോടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ സാക്ഷി പറയുന്ന എൻ്റെ ഭൈതന് വേണ്ടിയാണ്. എൻ്റെ ഭൈതന് യൂറിൻ പാസും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വേദന അനുഭവപ്പെട്ടു. എന്നാൽ അടുത്ത് നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി ഇടയായി. അവിടെ നിന്ന് പറഞ്ഞു SITക്ക് തുണ്ട് തന്നു, പൈതന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ SITയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അതിനുള്ള എല്ലാ ചെക്കപ്പുകളും നടത്തി. ഓപ്പറേഷത്തിന് ഡേറ്റ് തന്നു. സെപ്റ്റംബർ മാസം 21 തീയതിക്ക് ഡേറ്റ് തന്നു. എന്നാൽ ആ സെപ്റ്റംബർ മാസം ഉപവാസപ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബമായി വളരെയധികം കണ്ണീരോടെ ഈ ആരാധന മധ്യത്തിൽ ഇരുന്നു. അപ്പോൾ സിസ്റ്ററിന്റെ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, മുഴകളും കട്ടികളും ഓപ്പറേഷൻ ഇല്ലാതെ വണ്ണം എൻ്റെ യേശുവപ്പ എടുത്തു മാറ്റുന്നു. അപ്പോൾ തന്നെ എൻ്റെ യേശുവപ്പ എൻ്റെ പൈതന്നെ തൊട്ട് പൂർണ്ണ സൗഖ്യം തന്നു. എന്നാൽ 21 തീയതി ഡേറ്റ് തന്ന പ്രകാരം ഞങ്ങൾ പൈതന്നെ കൊണ്ടുപോയി. എന്നാൽ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം മയക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ആ ഡോക്ടർ ചെക്കപ്പ് ചെയ്തു. 2-3 ഡോക്ടർമാർ മാറി മാറി ചെക്കപ്പ് ചെയ്തു. ഏത് ഡോക്ടറാണോ ഓപ്പറേഷത്തിന് ഡേറ്റ് തന്ന ആ ഡോക്ടർ തന്നെ പറഞ്ഞു പൈതന് അവിടെ ഒരു കട്ടിയോ മുഴയോ ഒന്നുമില്ല, അതിന്റെ അടയാളം പോലും ഇല്ല എന്ന് പറയുവാനായി ഇടയായി. അന്ന് തന്നെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഭവനത്ത് കടന്നു വരുവാനായി ഇടയായി. ഇത്രയും വലിയ അത്ഭുതം എൻ്റെ പൈതന് പ്രവർത്തിച്ച എൻ്റെ യേശുവപ്പച്ചന് കോടാകോടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സാക്ഷിയിൽ നിന്ന് വിളിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഇന്നൊരു സാക്ഷിയായി നിൽക്കാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകൻ നല്ല പഠിക്കുന്നവനായിരുന്നു. നിരവധി റാങ്ക് ലിസ്റ്റുകളിൽ PSC റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടാതെ വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ സിസ്റ്ററിനെ കാണാൻ വന്നത്. സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഞായറാഴ്ചയാണ് വന്നത്. ബുധനാഴ്ച ആയപ്പോഴത്തേക്കും അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി. വളരെ സന്തോഷമായി ഞങ്ങൾക്ക്. അപ്പം സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു അപ്പോയിൻമെന്റ് ഓർഡർ ആയി, ഞങ്ങൾക്ക് അടുത്തെവിടെയെങ്കിലും കിട്ടണം. IBയിലാണ്, ഇന്റലിജൻസ് ബ്യൂറോ ആകുമ്പോൾ ഇന്ത്യ മുഴുവനും പോകേണ്ട സിസ്റ്റർ എന്ന് പറഞ്ഞു. ദൈവ കൃപ കൊണ്ട് ഞങ്ങൾക്ക് കോഴിക്കോടാണ് മോന് ജോലി കിട്ടിയത്. അതിന് കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ സിസ്റ്റർ എൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ പറയുകയുണ്ടായി സിന്ധു ഒരിക്കൽ സിസ്റ്ററിന് സുഖമില്ലാതായപ്പോൾ സിന്ധു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് സിന്ധുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ചെറുതും വലുതുമായ ധാരാളം അനുഭവങ്ങൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
അതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററിനും ബ്രദറിനും ദൈവത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിവിടെ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഞാൻ ഈ ആരാധനയിൽ കടന്നു വന്നിട്ട് ഏകദേശം 15 വർഷത്തോളമായി. എൻ്റെ മകൾക്ക് ഒരു വയസ്സ് ആയത് മുതലേ അവൾക്ക് അതിഭയങ്കരമായിട്ടുള്ള ശ്വാസമുട്ടും ഇളുപ്പുമായിട്ട് ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. പല ഡോക്ടർമാരെയും കാണിച്ചു, പല മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോയി. എന്നാൽ അവൾക്ക് ഒരു വിടുതലും ലഭിച്ചില്ല. അവസാനം ഞങ്ങൾ ആശുപത്രിയിൽ വെച്ച് ഈ ആരാധനാ കൂട്ടായ്മയെക്കുറിച്ച് ഞങ്ങളുടെ ബെഡിനടുത്തിരുന്നതായ ഒരു വ്യക്തി ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷം ഈ ആരാധനയിൽ തുടർമാനമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ പങ്കെടുത്തതിന് ശേഷം എൻ്റെ സ്വർഗത്തിലെ ദൈവം അവളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അവളുടേതായ ശ്വാസമുട്ടും ഇളുപ്പും ദൈവം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. അടുത്തതായിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ സാക്ഷീകരിക്കുന്നത്. അവൾ +2 എക്സാം എഴുതിയിരുന്നു. എന്നാൽ അവൾ ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നതായ സാഹചര്യത്തിൽ ഞങ്ങൾ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവൾക്ക് ഒരു ഉന്നത വിജയം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ അവൾ തുടർന്ന് ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കുകയും അവൾ ഡിഗ്രിക്ക് പഠിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പാകെ ഒരു എളിയ സാക്ഷിയായി നിൽക്കാൻ വഴിയൊരുക്കിയ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. 2015 വർഷം ഫെബ്രുവരി മാസം മുതൽ 3.5 വർഷ കാലയളവിൽ ടൈഫോയിഡിന്റെ രോഗത്താൽ വളരെയധികം വേദനയിലും ഭാരത്തിലുമായിരുന്നു. ഞങ്ങൾ വളരെയധികം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുവെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. കിടക്കയുടെ അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യമായിരിക്കുക, കർത്താവ് യേശു പരിപൂർണ സൗഖ്യവും വിടുതലും കൽപ്പിക്കുമെന്ന്. അതിന് പ്രകാരം തന്നെ വലിയവനായ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പരിപൂർണ സൗഖ്യം വിടുതലും കൽപ്പിച്ചു. കിടക്കാവസ്ഥയിൽ നിന്ന് ദൈവം പുതുജീവൻ നൽകി അനുഗ്രഹിച്ചു. ഇത്ര അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഒരു സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കും. ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. സർപ്പശാപമാണെന്ന് പറഞ്ഞ് പൂജാരിമാർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ പൂജകളും ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തും ഉള്ള പല പ്രമുഖ ആശുപത്രികളിലും ഞങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്കായി കടന്നു ചെന്നു. ഇന്ന് ലോകത്ത് ലഭ്യമായ എല്ലാ ചികിത്സകളും എന്നിൽ പരീക്ഷിച്ചു. എന്നിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. അവസാനത്തെ ട്രീറ്റ്മെന്റായ ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും വലിയ ചികിത്സ എനിക്ക് വേണ്ടിയിട്ട് വിദേശത്തു നിന്ന് വന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എന്നിൽ പരീക്ഷിക്കുകയുണ്ടായി. അതിന്റെ ഫലം 15 ദിവസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. നിരാശയായിരുന്നു. ഞങ്ങൾ വളരെ വേദനയോടെ ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞിനെ ലഭിക്കുകയില്ലേ ഡോക്ടർ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ചികിത്സ ചെയ്തിട്ടും എന്ത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാത്തതെന്ന് ഞാൻ വേദനയോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് എൻഡോമെട്രിയോസിസ്, സിസ്റ്റ്, ഫൈബ്രോയിഡ്, ട്യൂബ് ബ്ലോക്ക്, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ കിട്ടുക പ്രയാസമാണ്, കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വിഷമത്തോടെ ആയിരുന്നു. ഞങ്ങൾ കൂട്ടായി ഒരു തീരുമാനമെടുത്തു, നിയമപ്രകാരം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന്. അപ്രകാരം ഞങ്ങൾ ഡോക്ടറെ അടുക്കൽ വീണ്ടും പോയി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുകയില്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നു. ഡോക്ടർ കുഞ്ഞുങ്ങൾ ലഭിക്കുകയില്ലെന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് നിയമപ്രകാരം കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു രേഖകളും ഞങ്ങൾക്ക് മറ്റു ഓഫീസുകളിൽ നിന്ന് ലഭിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ലഭിച്ച എല്ലാ രേഖകളും കൂടെ ചേർത്ത് ഞങ്ങൾ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്തു. അവിടെ നിന്ന് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിന് പ്രകാരം 2007 ഞങ്ങൾക്ക് 2008 ഞങ്ങൾ ഒരു കുഞ്ഞ് ശരിയായിട്ടുണ്ട് അന്ന് കാണുവാനും എടുക്കാനും പറഞ്ഞു. ഞങ്ങൾ പോയി കുഞ്ഞിനെ ഞാൻ കൈകളിൽ വാങ്ങിച്ചു.
പക്ഷേ ദൈവം ഞങ്ങളെ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ അനുവദിച്ചില്ല. പകരം 2009 പുതുവത്സര സ്തോത്രോത്സവത്തിലേക്ക് ദൈവം ഞങ്ങളെ പ്രെയർ ഗാർഡൻസിലേക്ക് കുടുംബത്തോടെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രസംഗമത്തിയെ സിസ്റ്റർ വളരെ ശക്തിയായി പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ എഴുന്നേറ്റു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, അടുത്ത പുതുവർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആൺ തലമുറകളെ ദൈവം ദാനമായി നൽകി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം ഇതേ സമയം വന്ന് നിങ്ങൾ സാക്ഷീകരിക്കുക എന്ന് പറഞ്ഞു. 2009 മെയ് മാസത്തിൽ എനിക്കൊരു വല്ലായ്ക തോന്നി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചു. സ്കാൻ നടന്നുകൊണ്ടിരിക്കുക തന്നെ സ്കാനിംഗ് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ 3 മാസം ഗർഭിണിയാണ്. കൂടെ വശം കെട്ട രീതിയിൽ ഒരു ഫൈബ്രോയിഡ് വളർന്നു വരികയാണ്. അതിന് 7 സെന്റിമീറ്റർ നീളമുണ്ട്. അത് കുഞ്ഞിനെ നെരുക്കിക്കളയുകയും ഒന്നുകിൽ കുഞ്ഞിന് ആപത്ത് വരും, അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ പോയി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഓരോ തവണ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്ററിന്റെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഓരോ മാസവും സ്കാനിങ്ങിന് പോകുമ്പോഴും ഡോക്ടർ വളരെ സന്തോഷത്തോടെ പറയുമായിരുന്നു, 7 സെന്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡ് 6 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ചുരുങ്ങി ചെറുതായി വരുവാനും കുഞ്ഞ് ശക്തിയായി വളരുവാനും തുടങ്ങി. 2009 നവംബർ 29 2010 പുതുവർഷ സ്തോത്രോത്സവത്തിന് കൃത്യം 1 മാസത്തിന് മുമ്പ് സിസ്റ്റർ പറഞ്ഞ പ്രകാരം തന്നെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺ തലമുറയെ ദാനമായി നൽകി. ആ പൈതലാണ് ഈ നിൽക്കുന്ന ആഗീഷ് വി ഫ്രെഡ്. അവൻ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. തുടർന്ന് ഞങ്ങൾ ഇന്ന് വരെയും ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് പ്രെയർ ഗാർഡൻസിലെ പുതുവത്സര സ്തോത്രോത്സവത്തിലേക്കും മറ്റ് ആരാധനകളിലും ഞങ്ങൾ കുടുംബമായി കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകിക്കൊണ്ടേയിരിക്കുന്നു. 2014 പുതുവർഷ സ്തോത്രോത്സവത്തിലും ഞങ്ങൾ പതിവ് പോലെ കടന്നു വന്നു. സിസ്റ്റർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു കുഞ്ഞിനും കൂടി ആഗ്രഹിച്ചു. 2014 ഫെബ്രുവരി മാസത്തിൽ ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആവുകയും പക്ഷേ 5.5 മാസമായപ്പോൾ എനിക്ക് അതിശക്തമായ ബ്ലീഡിംഗ് ഉണ്ടായി. സ്കാനിങ്ങിൽ പ്ലാസന്റെ താഴെയാണെന്നും മാസം തികയാതെ തന്നെ പ്രസവിക്കാനും ആപത്താണെന്നും അടിക്കടി ബ്ലീഡിംഗ് വരുവാനും സാധ്യതയുണ്ടാണെന്ന് പറഞ്ഞു. സിസ്റ്റർ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 5.5 മാസത്തിലെ ബ്ലീഡിംഗ് പെട്ടെന്ന് നിന്നു. 6 ഉണ്ടായി, അതും നിന്നു. പക്ഷേ 8 മാസത്തിലുള്ള ബ്ലീഡിംഗ് അതിശക്തമായി കൊണ്ടേയിരുന്നു. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, ഒരു 10 ദിവസം കൂടെ നീട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ദൈവം 10 പകരം 20 ദിവസം നീട്ടി തന്നു. 8.25 മാസത്തിൽ സിസേറിയനിലൂടെ എനിക്ക് ദൈവം വീണ്ടും ഒരു ആൺകുഞ്ഞിനെ അടുത്ത 2015 പുതുവർഷ സ്തോത്രോത്സവത്തിന് കൃത്യം 3 മാസത്തിന് മുമ്പ് ഞങ്ങൾക്ക് വീണ്ടും ഒരു ആൺകുഞ്ഞിനെ ദൈവം ദാനമായി നൽകി. അവനെ പ്രസവിച്ചപ്പോൾ 3 കിലോ വെയിറ്റും ഉണ്ടായിരുന്നു. വെയിറ്റിന്റെ ഒരു കുറവുമോ ഒന്നും ഉണ്ടായിരുന്നില്ല. 2009 ഞങ്ങൾ വെറും കൈയോടെ ആയിരുന്നു ഞങ്ങൾ പ്രെയർ ഗാർഡൻസ് കടന്നു വന്നത്. ഇപ്പോൾ ദൈവം ഞങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന എന്റെ ഉദരത്തിൽ തന്നെ ദൈവം എനിക്ക് 2 ആൺമക്കളെ ദാനമായി നൽകി തന്നിരിക്കുന്നു. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. നമുക്ക് വേറെ ആരുണ്ട്? നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ നമുക്ക് വേറെ ആരുണ്ട്? Whom else other than Jesus? Whom else other than Jesus? നമ്മ താങ്ങുവാൻ, നമ്മുടെ കണ്ണുനീർ തുടയ്പ്പാൻ, നമ്മ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ബന്ധനക്കയറുകളെ പൊട്ടിക്കുവാൻ, നമുക്ക് സൗഖ്യം നൽകുവാൻ, നമുക്ക് സമൃദ്ധി നൽകുവാൻ നമുക്ക് വേറെ ആരുണ്ട്? Whom else? Whom else? നമുക്ക് വേറെ ആരുണ്ട്? യേശു ഒഴികെ, യേശു ഒഴികെ, യേശു ഒഴികെ. ആർപ്പിടുക, 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 ആർപ്പിടുക. അടങ്ങി നിൽക്കരുത്, അടങ്ങി നിൽക്കരുത്. ഇവൻ ദൈവങ്ങളിൽ ഒരുത്തനല്ല, ഇവൻ മാത്രം ദൈവമാകുന്നു, ഇവൻ മാത്രം ദൈവമാകുന്നു. ആർപ്പിടുവിൻ, അടങ്ങി നിൽക്കരുത്. അഗ്നി മഴയായി, അഗ്നി മഴയായി. ഏ ബ്രദർ, ഗോഡ്സ് പവർ. ഏ സിസ്റ്റർ, God's power
in the form of rain. അഗ്നി മഴയായി ദൈവശക്തി, ദൈവശക്തി അഗ്നി മഴയായി എല്ലാരിലും 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 യേശുവേ 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 നിലവിളിച്ചാട്ടെ നിലവിളിച്ചാട്ടെ നിലവിളിച്ചാട്ടെ. നീ ഏത് ജാതിയോ ഏത് മതമോ നിലവിളിക്ക് മറുപടി നൽകുന്നവൻ ഒരേ ഒരുവൻ, ഒരേ ഒരുവൻ, ഒരേ ഒരുവൻ. The only God, the only Savior, the only potent God in heaven. ആകയാൽ ആലോചിച്ച് നിൽക്കരുത്. ആർപ്പിടുവിൻ, 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 ആർപ്പിടുവിൻ. വാ തുറന്ന്, ഉള്ളു തുറന്ന്, ഹൃദയം തുറന്ന് അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു എല്ലാരിലും 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 എല്ലാരിലും. ഇപ്പോൾ 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 ദൈവകൃപ 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 ദൈവകൃപ. നിന്നെ വിളിച്ചവനോ ഉണ്മയുള്ളോൻ കണ്ണീർ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവനോ ഉണ്മയുള്ളോൻ കണ്ണീർ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാതെയവേ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറു ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞാൻ അങ്ങയുടെ വേലക്കാരൻ, അങ്ങ് ദൈവങ്ങളിൽ ഒരുത്തനല്ല, അങ്ങ് മാത്രം ദൈവമാകുന്നു. You are the only potent God. മറുപടി നൽകണമേ, മറുപടി നൽകണമേ. ഈ സാധുക്കൾക്ക് കണ്ണീർ തുടയ്ക്കണമേ രാജാ. സ്വർഗത്തിലെ കൃപ ഈ കുഞ്ഞുങ്ങളിൽ താണിറങ്ങി വരട്ടെ. തൊടയണം, തൊടയണം, തൊടയണം. എല്ലാരെയും എല്ലാരെയും സ്പർശിക്കണം, അനുഗ്രഹിക്കണം, ഉയർത്തണം, സൗഖ്യമാക്കണം, താങ്ങണം, അത്ഭുതം ചെയ്യണം, സമാധാനം നൽകണം. അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. ദൈവമേ, ഒരു മനുഷ്യ